നമ്മുടെ ജയരാജൻ വിവാദം അവസാനിക്കുകയല്ല, അത് തുടർന്നുകൊണ്ടേ പോവുകയാണ്, കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ്. പക്ഷേ എനിക്കൊരു സംശയം, ഈ തെരഞ്ഞെടുപ്പ് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അദ്ദേഹം പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, EP ജയരാജന് ജാഗ്രത കുറവുണ്ടായി, അത് പാർട്ടിപരമായിട്ട് ഒരു ശാസനയാണ്, തള്ളിപ്പറയലാണ്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ജയരാജൻ മാത്രമല്ല ജാവദേക്കറെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തല്ലും തലോടലും കൂടെയാണ് പിണറായി കൊടുത്തത്. നമുക്ക് സ്വാഭാവികമായും രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, പിണറായി വിജയന് ഇങ്ങനെ പരസ്യമായി ഒരാളെ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ശാസിക്കാൻ വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയന് അധികാരമുണ്ടോ പാർട്ടി ഭരണഘടന പ്രകാരം? രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ ജാഗ്രത കുറവുണ്ടായതിന് പാർട്ടിയുടെ ശാസന പോലെ പറഞ്ഞ ആളെ ഒന്ന് തലോടിട്ട് അതിലെന്താ കുഴപ്പം, ഞാനും കണ്ടിട്ടുണ്ടല്ലോ എന്ന് പിണറായി പറയുന്നത്? അപ്പോൾ പിണറായിയുടെ ഒരു അറിവോടെയോ മൗന സമ്മതത്തോടെയോ ആയിരിക്കുമോ ജയരാജൻ ജാവദേക്കറെ കണ്ടിട്ടുള്ളത്? രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ആ പരസ്യശാസന ശരിയല്ലായിരുന്നു, അതെ, പാർട്ടി ഭരണഘടനയും രീതികളും അനുസരിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് പാർട്ടി വലിയ കുഴപ്പമായിട്ട് തന്നെയാണ് കാണുന്നത്. പാർട്ടി പല ഘട്ടങ്ങളിലും ഈ പാർട്ടിയുടെ അതെ അങ്ങനെ താൻ പ്രമാണിത്വം ഇങ്ങനെ പാർട്ടി കണ്ടെത്തിയിട്ടുള്ള കുറെ കുഴപ്പങ്ങൾ, വ്യതിയാനങ്ങൾ, വലതുപക്ഷ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജാഗ്രത കുറവ് അതിൽ വരുന്ന ഒരു ഭയങ്കര സംഭവമാണ്. ഗൗരിയമ്മയുടെ കാര്യത്തിൽ താൻ പ്രമാണിത്വം എന്ന് EMS പലതവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ. MP രാഘവന്റെ കാര്യത്തിലും ഇതിൽ സാധാരണഗതിയിൽ ഈ ജാഗ്രത കുറവ് എന്ന് പുറത്ത് പറയുന്നത്, അകത്ത് താക്കീത് ചെയ്യും, അത് താക്കീതിൽ നിൽക്കും. പുറത്ത് പറയുമ്പോഴാണ് പരസ്യശാസന എന്ന് പറയുന്നത്. അത് സംഘടനാ തീരുമാനം വേണം. താക്കീത് അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയ പോലും ഇല്ല. ഇത് ശരിക്കും ഈ ഘടകത്തിൽ, അയാളുടെ ഘടകം എന്ന് പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റിയാണ്. കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ചർച്ച ചെയ്തിട്ട് പരസ്യമായി ശാസിക്കണം എന്ന് തീരുമാനിക്കണം. എന്നിട്ട് അത് PB എൻഡോഴ്സ് ചെയ്യും ഒക്കെ വേണമല്ലോ. ഇത് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. സംഘടനാ ചുമതല ആർക്കാ? പാർട്ടി സെക്രട്ടറിക്കാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആള് പാർലമെന്ററി രംഗത്താണ്. കാരണം പാർലമെന്ററി രംഗത്തേക്ക് സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് വിട്ടു കഴിഞ്ഞു പാർട്ടി. അദ്ദേഹത്തിന് ഇനി സംഘടനാ ചുമതലകളില്ല, പാർട്ടി കാര്യങ്ങളിൽ റോളില്ല. അതാണ് സംഭവം. പുള്ളിയുടെ ടേം 2-3 ഊഴം പൂർത്തിയാക്കി കഴിഞ്ഞാണല്ലോ സെക്രട്ടറി ആയിട്ട്. ആ സെക്രട്ടറി ആയിരുന്ന കാലത്താണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം. ഇത് അദ്ദേഹം ചെയ്തത് ശരിയല്ല, പാർട്ടി സംഘടനാ രീതികൾ അനുസരിച്ച് പാർട്ടി വിരുദ്ധമാണ്. അത് ചെയ്യേണ്ടിയിരുന്നത് MP ഗോവിന്ദൻ തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് പിന്നെ അവൈലബിൾ PB വേണമെങ്കിൽ കേരളത്തിൽ ചേരാം. അവരൊന്നിച്ച് കൂടിയിരിക്കണം എന്ന് പോലുമില്ല. ഇപ്പൊ വീഡിയോ കോൺഫറൻസിങ്ങോ ഫോണോ ഒക്കെ ഉണ്ടല്ലോ. ബേബി ഉണ്ട്, ഗോവിന്ദനുണ്ട്, പിണറായി ഉണ്ട്. അവൈലബിൾ ബേബി 3 പേര് മതി. ഉള്ള ആളുകൾ അതാണല്ലോ അവൈലബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ചേർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. ചേർന്നിട്ടുണ്ടാകാം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ല, വീഡിയോ കോൺഫറൻസ് വഴിയാണെങ്കിൽ യെച്ചൂരിയെ പോലും ഉൾപ്പെടുത്താം, ആരെ വേണമെങ്കിലും. ആ PB വേണമെങ്കിൽ PBക്ക് മൊത്തത്തിലും പങ്കെടുക്കാം. എന്തായാലും ആ കാര്യത്തിൽ യെച്ചൂരിയുടെ എൻഡോഴ്സ്മെന്റ് വേണമല്ലോ. സുനിൽ പറഞ്ഞ പോലെ ആ വീഡിയോ കോൺഫറൻസിങ്ങിൽ തീർച്ചയായിട്ടും യെച്ചൂരി വേണ്ടതാണ്. യെച്ചൂരി സമ്മതിക്കണം. കാരണം ഇത് വളരെ ഗൗരവമുള്ള CC മെമ്പറാണ്. അതെ, CC മെമ്പറാണ്. CC ആണ് ശരിക്ക്, PB അല്ല. വലിയ ബോഡി എന്ന് പറയുന്നത് CC ആണല്ലോ. PB അത് തന്നെ. കാരണം PB എന്തെങ്കിലും ഡിസൈഡ് ചെയ്താൽ തന്നെ CC അത് അംഗീകരിക്കണമല്ലോ. വലിയ ബോഡി അതാണല്ലോ. CCയിൽ റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അവൈലബിൾ PB കൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവർ 3 പേരും സമ്മതിക്കണമല്ലോ. അത് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകാം എന്നാണ് MP ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ നിന്ന് തോന്നിയത്. മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് ഗോവിന്ദൻ പറഞ്ഞു. പിന്നെ താരതമ്യേന ജൂനിയറായ ഗോവിന്ദൻ പറയണോ വേണ്ടിയോ, എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മൾ എന്തൊക്കെ ന്യായം അതിനെ കണ്ടെത്താൻ ശ്രമിച്ചാലും രീതികളിൽ ചേരുന്നില്ല. അതെ അതെ, ജൂനിയർ ആണോ എന്നുള്ള പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമില്ല. പാർട്ടി സെക്രട്ടറിയാണ്. അതെ അതെ, ജൂനിയർ ആണോ ഇല്ലയോ നോക്കേണ്ട കാര്യമില്ല. 2022 തന്നെ PB അംഗമായതാണ് ഗോവിന്ദൻ. അപ്പൊ PB അംഗം ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ആ അവകാശം ഉണ്ട് ശാസിക്കാൻ.
അദ്ദേഹമാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. അവകാശമല്ല, അധികാരം അദ്ദേഹമാണ് ചെയ്യേണ്ടത്. ചുമതലയാ, കടമ, പാർട്ടിയുടെ ദൗത്യമാണ്. അത് ഏറ്റെടുക്കാൻ എന്നതിൽ എന്തുകൊണ്ട് ഗോവിന്ദൻ പരാജയപ്പെട്ടു? എന്തുകൊണ്ട്? അതുകൊണ്ട് എൻ്റെ ചോദ്യം പരാജയപ്പെട്ടു എന്നുള്ളതല്ല. കാരണം എൻ്റെ വിലയിരുത്തൽ ഗോവിന്ദൻ ഒരു പരാജയമാണ്. പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് മുന്നിൽ പലപ്പോഴും ചൂളി ഒരു വൃദ്ധനെ പോലെ നിൽക്കുന്ന ഗോവിന്ദനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി ഒരു കാലത്തും അങ്ങനെ ആയിരുന്നില്ല. നായനാർ ഭരിക്കുമ്പോൾ BS അച്യുതാനന്ദൻ എന്ന ഉഗ്രപ്രതാപിയായ സ്റ്റേറ്റ് സെക്രട്ടറി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഗോവിന്ദൻ ഒരു വെറും ബിഗ് സീറോയാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു സാർ, ഒരു പക്ഷേ ഈ പാർട്ടിയെ മൊത്തത്തിൽ പിണറായി വിഴുങ്ങിയിട്ടുണ്ട്. പിണറായിയാണ് പാർട്ടി, ഐ ആം ദ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് വളരെ പെട്ടെന്ന് ജയരാജനെ ശാസിച്ച് ഒരു നടപടി കൊടുത്തു. ഇനി മറ്റ് നടപടി എന്തിന് എന്ന് പറഞ്ഞ് പിണറായി രക്ഷിക്കുകയാണോ? അങ്ങനെ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ MP ജയരാജന്റെ പ്രതികരണം കണ്ണൂര് കഴിഞ്ഞ ദിവസം വന്നത്, ഇന്നലെയോ ഇന്നോ, കാരണം ഇനി അത് പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് MP ജയരാജൻ പറഞ്ഞു. കാരണം ശാസന കഴിഞ്ഞല്ലോ, ഒരു നടപടി ആയി കഴിഞ്ഞല്ലോ, റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ജനങ്ങളോട്. അതെ, ഇനി പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എന്തോ ഒരു തരം കണ്ണൂരില് ധാരണ ഇത് സംബന്ധിച്ച് ഉണ്ടായ പോലെയായിരുന്നു MP ജയരാജന്റെ പ്രതികരണം വന്നത്. ആ പ്രതികരണവും പാർട്ടി രീതികൾക്കനുസരിച്ചുള്ളതാണെന്ന് എനിക്ക് തോന്നിയില്ല. അല്ല, ഈ വിവാദം വന്നപ്പോൾ നമ്മുടെ ദല്ലാൽ നന്ദകുമാർ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ എനിക്ക് തോന്നിയത് നന്ദകുമാർ ജയരാജന്റെ മൈക്കായിട്ട് സംസാരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് മാത്രമല്ല, അതിനു മുമ്പ് നന്ദകുമാർ മറ്റൊന്ന് പറയുകയും ചെയ്തു, ഞാൻ ഈ പത്രസമ്മേളനത്തിന് തൊട്ടു മുമ്പ് ജയരാജനോട് സംസാരിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ച പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താണ്? 2 കാര്യങ്ങൾ ജാവദേക്കർ ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം, അങ്ങനെ ജയിപ്പിച്ചാൽ പിണറായിക്കെതിരെയുള്ള ലാവ്ലിൻ കേസ് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. ഇത് രണ്ടും ജയരാജൻ നിഷേധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു വാസ്തവം ഉണ്ടാകുമോ? അതിനു വേണ്ടിയിട്ട് ജയരാജനെ പിണറായി വിട്ടതാകാമോ? ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. EP ജയരാജൻ വേറൊരാളെ കൂടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അവിടെ വെച്ചാണ് ചർച്ച മുറിഞ്ഞു പോയത് എന്ന് ശോഭയ്ക്ക് ഒരഭിപ്രായമുണ്ട്. അപ്പോൾ ഏതെടുക്കണം? എനിക്ക് ആ ലാവ്ലിൻ ഒതുക്കി കൊടുക്കാമെന്നോ മറ്റേത് ഒതുക്കി കൊടുക്കാമെന്നോ കരിമണൽ കർത്തായുടെ കേസ് ഒതുക്കി കൊടുക്കാമെന്നോ അതൊക്കെ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ കിടക്കുന്നതാണ്. അത് എത്രമാത്രം ഒതുക്കാൻ കഴിയും? അങ്ങനെയൊക്കെയാണെങ്കിൽ പിണറായി വിജയൻ അയച്ചതായിരിക്കണം EP ജയരാജനെ. നമുക്ക് ഇന്ന കരുവന്നൂർ ബാങ്ക്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ശോഭ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്. മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം, അങ്ങനെ ചില ഇൻഡിവിജ്വൽ ഓഫേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് അവര് പറഞ്ഞത്, അപ്പോൾ ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് മറ്റവരും തമ്മിൽ ചില ക്വാളിറ്റേറ്റീവ് വ്യത്യാസങ്ങൾ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇൻഡിവിജ്വൽ ഓഫർ കൊടുത്തായിട്ടാണല്ലോ പറഞ്ഞത്. അതല്ലാതെ പിണറായി വിജയന്റെ തലയ്ക്ക് വെക്കാവുന്ന വിധത്തിൽ ഉള്ള ആരോപണങ്ങളല്ല ശോഭ പറഞ്ഞത്. ഈ ഇതൊക്കെ കേസൊക്കെ ഒതുക്കി കൊടുക്കാമെന്നൊന്നും അവർ പറഞ്ഞതിൻ്റെ അകത്തില്ല. അവർ ഗവർണർ സ്ഥാനമൊക്കെ ഓഫർ ചെയ്തു. അങ്ങനെ 90% എത്തി. 90% വേറൊരാളുടെ പേര് പറഞ്ഞു, കാശും ചോദിച്ചു. അപ്പൊ അത് ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റിയില്ല. ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യണം. P ജയരാജൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, ദല്ലാൽ നന്ദകുമാർ P ജയരാജനെയും വിളിച്ചിരുന്നു അമ്പലത്തിലെ ചടങ്ങിന്, എറണാകുളത്തെ. പക്ഷെ ജയരാജൻ, ഞാൻ കണ്ണൂരിലൊക്കെ ഇരിക്കും അല്ലേ, എന്തിനാണ് എറണാകുളത്ത് ഒരു അമ്പലത്തിലെ ചടങ്ങിന് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞ് ഉഴപ്പുന്നുണ്ടായിരുന്നു P ജയരാജൻ. അപ്പോൾ P ജയരാജന്റെ നേർക്കും ഒരു നീക്കം ദല്ലാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് ജയരാജൻ തന്നെ അഡ്മിറ്റ് ചെയ്തത് ചാനൽ ചർച്ചയിൽ. എന്നെയും വിളിച്ചിരുന്നു അമ്പലത്തിൽ. അങ്ങനെയാണല്ലോ തുടക്കമൊക്കെ ഇടുക. അമ്പലത്തിലെ ചടങ്ങിന് വരിക, വീട്ടിൽ വരിക. വലിയ കൗതുകമുള്ള കാര്യം, ഈ ദല്ലാൽ നന്ദകുമാർ ഒരു ടൈൻറ്റഡ് ക്യാരക്ടറാണ്. പക്ഷേ ഇയാൾക്ക് നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും നേരിട്ട് ഫോണിൽ വിളിക്കാനുള്ള ബന്ധവും അടുപ്പമൊക്കെ ഉണ്ട്. അവരെ തൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തൻ്റെ സ്വകാര്യ ക്ഷേത്രത്തിലെ ചടങ്ങിലേക്ക് വിളിക്കാനുള്ള അടുപ്പമുണ്ട്. ഇതൊരു അത്ഭുതകരമായിട്ട് തോന്നുന്നില്ലേ? അത് ഈ സാധാരണ ഈ ലോബിയിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് വിദേശത്തൊക്കെ ഇല്ലേ, ഇവിടെയും ചില പത്രപ്രവർത്തകരുമൊക്കെ ഈ ലോബിയിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നതൊക്കെ കാണാം. ഇയാൾ കുറേം കൂടി വലിയ തോതിൽ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്നോട് തന്നെ ഒരു നേതാവ് പറഞ്ഞത്, നേതാവിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, സാറിനിപ്പോൾ ഈ പുളി ആർത്തി ഉണ്ടല്ലോ, ആർത്തിയിലൊക്കെയാണ് കയറി പിടിക്കുന്നത്,
സാറിനിപ്പോൾ വേണ്ടത്ര സാറിന് അർഹിക്കുന്ന വിധത്തിലുള്ള പദവി കിട്ടിയിട്ടില്ല. അത് ഞാൻ ശ്രമിച്ചിട്ട് ഇന്ന ആളുകളോടൊക്കെ പോയി പറഞ്ഞു. പല നേതാക്കൾക്ക് നേരിട്ട് പലരോടും പറയാൻ, മോദിയോടൊക്കെ പോയി നേരിട്ട് എങ്ങനെയാ പറയുക, അല്ലെങ്കിൽ ഗഡ്കരിയോടൊക്കെ പോയി എങ്ങനെയാണ് പറയുക, അത് ഞാൻ പറഞ്ഞോളാം ഇന്ന് ഇയാൾ ഏൽക്കുകയാണേ. അങ്ങനെ ഒരു നേതാവിനോട് പറഞ്ഞതായിട്ട് നേതാവ് എന്നോട് പറഞ്ഞു, നന്ദപ്പൻ്റെ കാര്യം നോക്കിയാൽ മതി ഇന്ന് തിരിച്ചു പറഞ്ഞായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്കിപ്പോൾ ഇങ്ങനെ ഈ വിളി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരോടാണ്. അതെ. അപ്പൊ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ് പുള്ളി. ഈ ആർത്തി, പണം, രാഷ്ട്രീയക്കാർ, പ്രലോഭനം. അതെ. പിന്നെ പല സ്ഥലത്തും കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് ഒക്കെ അദ്ദേഹം തന്നെ വെളിവാക്കുന്നുമുണ്ട്. അതാണല്ലോ, അദാനിയുടെ കൂടെ വന്നിറങ്ങുന്നു, മറ്റേയാളുടെ അംബാനി വരുന്നു, വെണ്ണലയിൽ അദ്ദേഹത്തിന്റെ മഹാദേവ ക്ഷേത്രത്തിൽ അംബാനി സ്ഥിരമായി വരുന്നു. അതെ, ഇത് മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അപ്പൊ ആളുകൾ വിശ്വസിക്കുമല്ലോ. ആളുകൾ വെറുതെ ഈ ആടുതേക്ക് മാഞ്ചിയത്തിലൊക്കെ പോയി ചേരുന്ന ആളുകളല്ലേ നമ്മുടെ ആളുകൾ. വലിയ സ്ഥാനം, PSC അംഗം, മറ്റേ സ്ഥാനം, മറിച്ച സ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടാന്ന് വെക്കുന്ന ആളുകളല്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാര് ചെന്നുപെടുന്നുണ്ട്. സ്ഥലക്കച്ചവടത്തിന് പോലും നിന്നു കൊടുക്കുന്നുണ്ടല്ലോ. ഇയാൾക്ക് സ്ഥലം വെക്കുക, അങ്ങനത്തെ എല്ലാ പരിപാടികളും, ഗവർണർ സ്ഥാനം കൊടുക്കാം, പലതും പറഞ്ഞു. ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ മുഴുവൻ മണ്ടത്തരാന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ഏതൊരാളും ജയിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്. നിന്ന് കഴിഞ്ഞാൽ പിന്നെ ജയിക്കുന്ന 10ാം സ്ഥാനത്ത് വരുന്ന ആൾ പോലും ജയിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രംഗത്താണ് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് പണക്കാരെ അറിയാം, കോർപ്പറേറ്റ്സ് ഏർപ്പാടുകൾ അറിയാം, കയ്യിൽ കാശും ഉണ്ട്. ഇപ്പോൾ അല്ല, ഇപ്പോൾ ഈ വിവാദം എങ്ങനെയായിരിക്കും ഇനി രൂപപ്പെടാൻ പോകുന്നത്? അതല്ല, ഇപ്പോൾ MP ജയരാജനെ കൊണ്ടും മറ്റേത് പറയിച്ചതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി പാർട്ടിയിൽ ഇത് ചർച്ചയുടെ ആവശ്യമില്ല, ഞങ്ങളാലോചിച്ച് മറ്റേ ശാസിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്. ഇനി ചർച്ച വേണമെന്നുണ്ടെങ്കിൽ അവിടെ മതി. ഈ സംസ്ഥാനത്ത് ചർച്ചയുടെ ആവശ്യമില്ല എന്നൊരു പൊസിഷൻ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇത് വേറൊരു ഓർമ്മ എനിക്കുള്ളത്, സുനിൽ ഓർക്കുന്നില്ലേ, ഈ പിണറായി വിജയനെയും VS അച്യുതാനന്ദനെയും ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോ ശാസിച്ചു, ഒരുമിച്ച് പുറത്താക്കി. അതെ, കുറച്ച് ദിവസത്തേക്ക് പുറത്താക്കുകയൊക്കെ ചെയ്തു. അതെന്താ, സാധാരണഗതിയിൽ പാർട്ടി രീതി അനുസരിച്ചിട്ട് പിണറായി വിജയൻ നിൽക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് പിണറായി വിജയൻ ഇത്തവണത്തെ പോലെ തന്നെ പാളിപ്പോയി. അദ്ദേഹം പരസ്യമായിട്ട് VS അച്യുതാനന്ദനെ വിമർശിച്ചു. ഒരു കാര്യത്തിൽ ഈ പിണറായി വിജയനെ അദ്ദേഹം സംശയസ്ഥാനത്ത് നിർത്തി. സംസ്ഥാനം അഴിമതിയിലേക്ക് കൂപ്പുകുത്തുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. VS പറഞ്ഞു. എന്നിട്ട് പിണറായി വിജയനെ സംശയസ്ഥാനത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ അത് കൃത്യമായി പറഞ്ഞു പോകണമായിരുന്നു. VS എന്നെ സംശയത്തിൽ നിർത്തരുതായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് പരസ്യമായ ഒരു പ്രയോഗമായിട്ട് VSനെതിരെയായിട്ട് വന്നത്. ആ കാര്യത്തിലാണ് രണ്ടുപേരും ശാസിച്ചത്. അന്ന് ടെലിവിഷൻ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം മുമ്പൊരു അനുഭവം പിണറായി വിജയൻ ഉണ്ട്. അപ്പോ ഈ പാർലമെന്ററി രംഗത്തുള്ള മുഖ്യമന്ത്രി പിണറായി പാർട്ടി ആയിരുന്നില്ല, പിണറായിയാണ് പാർട്ടി. അതെപ്പോഴാ വന്നതെന്ന് വെച്ചാല്, അത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഉണ്ടായ വല്ലാത്തൊരു പാളിച്ചയാണത്. കാരണം ഇവർ രണ്ടുപേരും ബോബനും മോളിയും കളിച്ച് നടക്കുന്നവരായതുകൊണ്ട് ഈ കോടിയേരി വന്നു കഴിഞ്ഞപ്പോഴും ഈ സെക്രട്ടറിയുടെയും കൂടി പണി ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി എടുക്കാൻ തുടങ്ങി. അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. പല കാര്യങ്ങളിലും EP ജയരാജൻ മറ്റേ മന്ത്രിയായിരുന്ന കാലത്തും ഒക്കെ നടക്കുന്ന നടപടികൾ, അത് അവിടെ നിന്ന് മാറ്റുന്നത്, ഈ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ പിണറായി വിജയന് ശീലമായി. സെക്രട്ടറിയുടെ ജോലി ഇതോടുകൂടി ഈ CPMകാർ വളരെ അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നാണ്. അപ്പോൾ ഈ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ പാർട്ടി മൊത്തം BJP ആയത് മറച്ചു വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കേരളത്തിലെ CPMഉം നാളെ BJP ആകാം. അതായത് പ്രേമേന്ദ്രൻ ചോദിച്ചല്ലോ, നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ചിട്ട് വിരുന്ന് കൊടുത്തില്ലേ പിണറായി വിജയൻ, അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം? ഇവിടെ ചായ കൊടുക്കുകയല്ലേ ചെയ്തത്? അത് കുറേം കൂടി മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ. നിതിൻ ഗഡ്കരിക്ക് ഇവിടെ വന്ന വേറെ പല സ്ഥലത്തും പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ഒരു ചായ കുടിച്ച മഹാപരാധമാണ്. അതാണ് പ്രേമേന്ദ്രൻ ഓർക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ താമസിച്ചു, അവിടെ വിരുന്നും കൊടുത്തു എന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. ഗഡ്കരി പോയതാണ്, വിരുന്നുണ്ടതാണ് എല്ലാവർക്കും അറിയാം.
മാത്രമല്ല ഗഡ്കരിയെ ഒരു ഘട്ടത്തിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു ഈ CPM പല കാര്യങ്ങൾക്കും വേണ്ടി. അതാണ് ഗഡ്കരിക്ക് ചില അബദ്ധങ്ങൾ കേന്ദ്രത്തിൽ പറ്റിയതായിട്ട് കേന്ദ്രവും കാണുന്നുണ്ട്. ചെറിയ തോതിലൊക്കെ ഒതുക്കപ്പെടുകയൊക്കെ ചെയ്തല്ലോ അദ്ദേഹം, വലിയ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊക്കെ പോയില്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലും ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യം ഉയർന്നിട്ടുണ്ട്. ജാവ്ദേക്കറെ പിണറായി നേരത്തെയും കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇരട്ടത്താപ്പുണ്ട് അതിൻ്റെ അകത്ത്. പിണറായി വിജയൻ ഒരു നീതി, EP ജയരാജന് വേറെ നീതി. അത് മാത്രമല്ല CPM-ലെ ആളുകളും വേണ്ടി വന്നാൽ BJP-യിലേക്ക് പോകാൻ തയ്യാറാവും. ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ വരുമല്ലോ. കാരണം കോർപ്പറേറ്റോക്രസി, പലർക്കും പല പദവി മോഹങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അമുലിൻ്റെ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്താലും സ്വീകരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് BJP കരുതുന്നുണ്ട്. അല്ല, അവല് ചെറിയ സംഭവം അല്ലല്ല, അത് വലിയ സാധനം തന്നെയാണ് പറഞ്ഞത്. ആലപ്പുഴയിലൊരു നേതാവിന് കൊടുക്കാം എന്ന് പറഞ്ഞത്. ഇത് 10 പേരോട് ചർച്ച നടത്തുന്നുണ്ടായിരുന്നു എന്ന് ശോഭ പറഞ്ഞില്ലേ. മാത്രമല്ല ഇന്ന് മനോരമയിലും മറ്റോ ഉന്നയിച്ചിട്ടുണ്ട് BJP-ക്ക് ഒരു സംശയം, ഇനി എത്ര പേര് ചർച്ചയ്ക്ക് സമ്മതിക്കും. കാരണം ഇപ്പൊ രഹസ്യം പുറത്തു പോയതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം അതൊന്നൊരു വിഷയമേ അല്ല. പലതരത്തിലാണല്ലോ. കാരണം വലിയ തുകയൊക്കെ നീട്ടുകയാണെങ്കിൽ ഇതോടുകൂടി ഒരു എല്ലാവർക്കും മനസ്സിലായി അവിടെ സാധ്യതയുണ്ട്, പരസ്യമായി മാറായത്. അതെ ഒരെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ ചെന്നുപെടുന്ന പോലെയാണ്. ഞങ്ങളും കട തുറന്നു വെച്ചിരിക്കുകയാണ്, സ്നേഹത്തിന്റെ കേരളത്തിലും സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചു. ഏത് CPM-കാരനും വരാം. ഒന്ന് വെച്ചാൽ രണ്ട്. വെയ് രാജ, വെയ് സഖാവേ വെയ്. അതാണ് പുതിയ കേരളത്തിലെ പുതിയ ഏത് സ്ഥാനം, എത്ര തുക. അതെ, നമുക്ക് നോക്കാം.